ഒരുപറ്റം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് മർകസിൽ നിന്നുള്ള പുതിയ വാർത്താക്കുറിപ്പ്. MIET എന്ന സ്ഥാപനത്തിൽ അംഗീകാരമില്ലാത്ത ഡിപ്ലോമ കോഴ്സുകൾ നടത്തിയെന്നാരോപിച്ച് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ മർകസ് നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. പോളിടെക്നിക്കിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനു വേണ്ടി അക്കാദമി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഫ്രാഞ്ചൈസി 2012-ൽ മർകസിൽ ആരംഭിച്ചതായിരുന്നു. MIET ഇവിടെ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ടെക്നിക്കൽ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും പ്രോസ്പെക്ടസിൽ വിശദമായി പരാമർശിച്ചിരുന്നു. കൂടാതെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം സിവിൽ സൊസൈറ്റി നടത്തുന്ന ഇത്തരം കോഴ്സുകൾ ഗവൺമെന്റ് ഡിപ്ലോമയ്ക്ക് തുല്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള ഹയർ എഡ്യൂക്കേഷൻ വിഭാഗം ഈ കോഴ്സുകൾ PSCയുടെ വിവിധ തസ്തികകളിലേക്ക് പരിഗണിക്കാമെന്നും ഉത്തരവിറക്കിയിരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായവരെ ജോലിക്ക് പരിഗണിക്കാൻ തൊഴിലുടമയ്ക്കും ഉപരിപഠനത്തിന് പരിഗണിക്കാൻ അതത് സ്ഥാപനങ്ങൾക്കും AICTE അംഗീകാരം നൽകിയിരുന്നു. അതേ കാലയളവിൽ സംസ്ഥാനത്തെ മറ്റു 7 സ്ഥാപനങ്ങളിൽ ഈ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. ഈ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ മർകസിലെ മിക്ക വിദ്യാർത്ഥികൾക്കും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തുന്നവരും ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടർ UV ജോസ് കഴിഞ്ഞ 12-ാം തീയതി വിദ്യാർത്ഥികളെയും മർകസ് പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് നടത്തിയ ചർച്ചയിൽ കോഴ്സ് സംബന്ധമായ വിശദ പഠനം നടത്താൻ പ്രത്യേക വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയ നടപടി ഇരുവിഭാഗവും സ്വാഗതം ചെയ്യുകയും ഈ സമിതിയുടെ ശുപാർശകൾക്കനുസൃതമായി തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് കളക്ടർ അറിയിക്കുകയും ചെയ്തിരുന്നു. കോഴ്സ് നടത്തിയതിലൂടെ മർകസ് സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യമാക്കിയതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് സ്വീകരിച്ച ഫീസിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് കോഴ്സ് നടത്താനാവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കാനും ജീവനക്കാരുടെ വേതനമുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ്. 40 വർഷത്തെ വൈജ്ഞാനിക പാരമ്പര്യമുള്ള മർകസിന്റെ മിക്ക സംരംഭങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകുകയെന്ന താൽപര്യത്തിലുള്ളവയാണ്. ഇവ ജാതി മതഭേദമന്യേ കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടതുമാണ്. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾക്ക് തന്നെയാണ് മർകസിന്റെ എക്കാലത്തെയും മുൻഗണന. എന്നാൽ രാഷ്ട്രീയപരവും വിദ്വേഷപരവുമായ ലക്ഷ്യങ്ങൾ ഒളിച്ചുകടത്താനുള്ള ചിലരുടെ ശ്രമം വിലപ്പോവില്ല. മർകസ് ഭാരവാഹികളിൽ ചിലർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടിയെ മർകസ് നിയമപരമായി നേരിടുന്നതാണ്. പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും സാമൂഹിക പുരോഗതി ലക്ഷ്യം വച്ചുള്ളതുമാണ്. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണങ്ങളെ മർകസ് ഭയക്കുന്നില്ല. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.